പവർ ടീം അട്ടർ എന്താ പറയാ അട്ടർ ഫെയിലിയർ ആയിരുന്നു. പവർ ഫെയിലിയർ ആയിരുന്നു ഫുള്ള്. അതങ്ങനെ തന്നെയായിരുന്നു പവർ ടീം. പിന്നെ അവര് സ്പ്ലിറ്റ് ആയി. 2 പ്രാവശ്യം വന്നപ്പോഴും നല്ലോണം കൊടുത്തുവരിക്കും, എന്നിട്ട് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പവർ ടീം അട്ടർ ഫെയിലിയർ ആയിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച. പവർ ടീമിലത്തെ ആൾക്കാരില്ലേ മറ്റേ നമ്മുടെ യമുനയും പിന്നെ അവര് എന്താ പറയാ, ശരിക്കും പറഞ്ഞ പവർ ടീം ആ ടീമിനായിരുന്നില്ല കൊടുക്കേണ്ടത് ഫസ്റ്റ്. അത് എങ്ങനെയോ അത് നമ്മുടെ അർജുൻ തന്നെ കൊടുത്തതല്ല. അർജുൻ മറ്റേ അവന് പ്രിഫറൻസ് കൊടുത്ത കാരണം ഗെയിമിൽ അവനെ ശ്രീലേഖ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നതാ. പിന്നെ അർജുനും അറിയില്ല ആ സമയത്ത് ഫസ്റ്റ് ടീമിനെ എടുക്കുമ്പോ ഇവരെങ്ങനെയായിരിക്കും, അങ്ങനെ അതിന്റെ കുറെ കൺഫ്യൂഷൻസ് അവനുണ്ടായിരുന്നു. അത് ഉള്ളതാണ്. സോ ബട്ട് പവർ ടീം പിന്നെ പറയണ്ട, നിഷാന പോയി, ജാസ്മിൻ വന്നോട് കൂടി അവിടെ പിന്നെ ആർക്കും പവർ ടീമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പോലെ അവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിഷാന പോണെന്നും പറഞ്ഞു, പിന്നെ ഗബ്രിയും പറഞ്ഞു ബാറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോണെന്ന് പറഞ്ഞു. അത് ജാസ്മിനുള്ള ഓപ്ഷൻ വന്നപ്പോ പിന്നെ അവൻ അവിടെ തന്നെ മതി. അതിന് ഒരാളെ നിഷാനയ്ക്ക് വരെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയപ്പോ അത് വേറെ എന്തായിട്ട് തിരിഞ്ഞു. ലാസ്റ്റ് ജാസ്മിൻ വന്നപ്പോ ഗബ്രി പോകണ്ട, ലാസ്റ്റ് നിഷാനെ കൺഫേം ആയി, നിഷാന പോയി. ബട്ട് നിഷാന കുറച്ച് പുറത്തു പോയപ്പോഴാണ് കുറച്ചും കൂടി ഗെയിം കളിച്ചത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഇത്ര ലോക്ക്ഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ജാൻമനി പറയുന്നുണ്ട് നിഷാന പവർ ടീമിൽ തന്നെ നിൽക്കായിരുന്നെങ്കിൽ അവള് സെക്കൻഡ് വീക്കിൽ നിഷാന വിറ്റേ പോയി. പക്ഷെ ജാസ്മിനെ കുറെ വോട്ട് കിട്ടിയതിനെ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ പവർ ടീമിൽ കേറിയില്ലായിരുന്നെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇപ്പൊ പവർ ടീം ആയിരുന്നത് ജാസ്മിൻ, ഗബ്രി, യമുന, ശ്രീലേഖ, ജാൻമണി ആയിരുന്നു. അവരുടെ ടീം വളരെ മോശമായിരുന്നു. അതെ, അവർ തമ്മിൽ തന്നെ ഇപ്പൊ ജാൻമനി ആയാലും ചെറിയ കോൺസെപ്റ്റ് അവർ പറയുന്നത് ജാൻമനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവള് റൂമിൽ നിന്ന് ഇറങ്ങി പോലെ. ശ്രീലേഖ ഇതൊക്കെ കഴിച്ചപ്പോ പറയുന്നത് എനിക്ക് അവരായിട്ട് ഇതായി പോകാൻ പറ്റില്ല, അങ്ങനെ ശ്രീലേഖ ഡയലോഗ്സ് ഒക്കെ തുടങ്ങി. പവർ ടീമുകാർക്ക് തന്നെ പുറത്തു പോകണം എന്നുള്ള ഇതിലായിരുന്നു സംഭവം. അവര് പുറത്തു പോയി നന്നായി. ഇപ്പൊ ഒരു വേറെ പവർ ടീം വന്നു. അതില് ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വരാം. അപ്പോ നമ്മൾ പറഞ്ഞു രതീഷ് പോയി, ജബ്രിനെ കുറിച്ച് പറഞ്ഞു, നിഷാന, പിന്നെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പവർ ടീമിനെ കുറിച്ച് പറഞ്ഞു.